സമാധാനവും സന്തോഷവും വിദൂര സ്വപ്നമായി അവശേഷിച്ച ഇറാഖ് ജനതയുടെ മധ്യത്തിലേക്ക് പ്രത്യാശയും സാന്ത്വന വചനങ്ങളുമായി പത്രോസിന്റെ പിൻഗാമിയെത്തി. അപ്പസ്തോലിക പര്യടനത്തിലെ മഹത്വോജ്വലമായ ഒരേടായിരുന്നു അത്. നിത്യവും കണ്ണീരാൽ കുതിർന്ന ഇറാഖിന്റെ മണ്ണിൽ ആഗോള ക്രൈസ്തവ സഭയുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ചുവടുകൾ തന്റെ അജപാരണ ദൗത്യത്തിന്റെ വലിയ അടയാളങ്ങളായിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 5 മുതൽ 8 വരെയായിരുന്നു 4 ദിവസത്തെ ഫ്രാൻസിസ് പാപ്പായുടെ അപ്പസ്തോലിക സന്ദർശനം. സന്ദർശനത്തിന് വഴിയൊരുങ്ങിയത് ഇറാഖിന്റെ പ്രസിഡന്റ് ബർഹാം സലി വത്തിക്കാനിൽ വന്ന് പാപ്പായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. പിന്നീട് ഇറാഖ് പര്യടനം സ്ഥിരീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും രംഗത്തെത്തുകയായിരുന്നു. മുറിപ്പെട്ട ഒരു ജനതയുടെ നീണ്ട കാത്തിരിപ്പിന്റെ വിരാമമായിരുന്നു ചരിത്രം പോലും ഗതിമാറിയ ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഇറാഖ് അപ്പസ്തോലിക സന്ദർശനം. ഷെക്കേന ടെലിവിഷൻ അവതരിപ്പിക്കുന്നു പ്രത്യേക പരിപാടി ധീരം ചരിത്രപരം പാപ്പായുടെ ഇറാഖ് സന്ദർശനം. IS തീവ്രവാദ സംഘങ്ങളുടെ വിളനിലമായ ഇറാഖിൽ ക്രൈസ്തവർക്ക് സമ്പന്നമായ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. IS തേർവാഴ്ച രൂക്ഷമായപ്പോൾ ക്രൈസ്തവരടങ്ങുന്ന ഇറാഖ് ജനതയുടെ സംരക്ഷണത്തിനായി ശ്രമിച്ച അന്താരാഷ്ട്ര ഏജൻസികൾ പരാജയപ്പെട്ട് പിന്മാറിയ സന്ദർഭങ്ങളും നിരവധിയാണ്. ഇവിടെയാണ് ഏറെ സുരക്ഷാ ഭീഷണികൾ പോലും നിലനിൽക്കെ സമാധാനത്തിന്റെ കുളിർ സ്പർശവുമായി ഫ്രാൻസിസ് പാപ്പ എത്തിയത്. തന്റെ ആഗ്രഹവും ലക്ഷ്യവുമെല്ലാം വിജയം കണ്ട അത്യപൂർവ നിമിഷങ്ങളായിരുന്നു പാപ്പായുടെ ഇറാഖിലെ ഓരോ സന്ദർശനവും. കൂടാതെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണവുമായി മാറി ഫ്രാൻസിസ് പാപ്പായുടെ ഈ ജൈത്രയാത്ര. കൽഡായ, സിറിയൻ, അർമേനിയൻ, ലാറ്റിൻ, മെൽക്കൈറ്റ്, റോമൻ കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് 1-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ നിലനിൽക്കുന്ന ഇറാഖിലെ ക്രിസ്തുമതം. IS തീവ്രവാദവും സാമ്പത്തിക ഞെരുക്കവും തൊഴിലില്ലായ്മയും പകർച്ചവ്യാധിയും അഴിമതിയും കൊടികുത്തി വാഴുന്ന ഇറാഖിന്റെ ദുരവസ്ഥയിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ എക്കാലവും ലോകത്തിനായിട്ടുള്ളൂ. കൈത്താങ്ങായി നിരവധി സന്നദ്ധ സംഘടനകൾ വന്നിരുന്നെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. ഇതിലെല്ലാം മനം നൊന്ത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇറാഖിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നതായി ഫ്രാൻസിസ് പാപ്പ ഇറാഖിലെത്തിയപ്പോൾ ഓർമ്മിച്ചെടുത്തു. ചരിത്രം അല്പം പിന്നോട്ട് നോക്കിയാൽ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ജന്മദേശമായ ഊർ സന്ദർശിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പദ്ധതിയിട്ടിരുന്നു എന്ന് വ്യക്തമാണ്. തിരുസഭാ ചരിത്രത്തിലെ മഹത്തായ ജൂബിലി വർഷമായ 2000 മുൻപ് ഊർ, സീനായ്, ജെറുസലേം എന്നീ സ്ഥലങ്ങളടങ്ങുന്ന ചരിത്രപാതയിലൂടെ 3 ഘട്ടങ്ങളുള്ള ഒരു സന്ദർശന പരിപാടിക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ സീനായ്, ജെറുസലേം എന്നിവ സന്ദർശിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ പാപ്പയ്ക്ക് സാധിച്ചെങ്കിലും യാത്രാ പദ്ധതിയുടെ 1-ാം ഘട്ടമായ ഊർ സന്ദർശിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ഊർ അടക്കമുള്ള പുരാതന നഗരങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശിച്ചതോടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആഗ്രഹം സഫലീകരിച്ച ഒരു പര്യടനം കൂടിയായി മാറി ഇറാഖ് സന്ദർശനം. ഇറാഖിലെ അരക്ഷിത സാഹചര്യങ്ങൾക്കപ്പുറം ഇത്തരം ചില ഉൾപ്രേരണകൾ ഫ്രാൻസിസ് പാപ്പയെ ഈ പര്യടനത്തിലേക്ക് അടുപ്പിച്ചു. എന്നാൽ ഇറാഖിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് രാജ്യത്തെ അധിനിവേശത്തിലൂടെ കീഴ്പ്പെടുത്തി ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിച്ച സംഭവ വികാസങ്ങൾ. ഇതേ തുടർന്ന് ക്രിസ്ത്യാനികളെ അവിശ്വാസികളായും ശത്രുക്കളായുമാണ് പരിഗണിച്ചിരുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങൾ കൂട്ടത്തോടെ തകർത്തതും പലായനം ചെയ്യാതെ ഇറാഖിൽ തുടർന്ന ക്രിസ്ത്യാനികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും അടിമകളാക്കുകയും വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിക്കേണ്ടിയും വന്നു. ഇവയെല്ലാം IS അഴിച്ചുവിട്ട പീഡനത്തിന്റെ നേർചിത്രമായി ഇന്നും സഹനഭൂവിൽ അവശേഷിക്കുകയാണ്. കോവിഡ് ഭീതിക്കിടയിൽ എല്ലാ അപ്പസ്തോലിക യാത്രകളും റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് ഒരു വിദേശ പര്യടനത്തിന് ഫ്രാൻസിസ് പാപ്പ തയ്യാറെടുത്തത്. ഭൂമിയിലെ ഏതൊരു വിഷയത്തിലും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പരിഹാരം നിർദ്ദേശിക്കുന്ന ഫ്രാൻസിസ് പാപ്പ നിരവധി കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് പോലും
അവയെല്ലാം മറന്ന് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 4 ദിനങ്ങൾ ഇറാഖ് ജനതയ്ക്കായി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. കാരണം അവരെ വിസ്മരിക്കുവാൻ തയ്യാറായിരുന്നില്ല പാപ്പ. ഇറാഖിനെ അത്രമേൽ ചേർത്തു പിടിച്ചിരുന്നു ആ മനസ്സ്. യുദ്ധവും കലാപങ്ങളും കൊണ്ട് മനസ്സ് തകർന്ന ഇറാഖിലെ ജനത്തോട് ഫ്രാൻസിസ് പാപ്പ കാണിക്കുന്ന വളരെ പ്രകടമായ വാത്സല്യത്തിന്റെയും അജപാലന സ്നേഹത്തിന്റെയും അടയാളമായിരുന്നു ഈ സന്ദർശനം. സമാധാനപൂർണമായൊരു രാഷ്ട്രീയ, സാമൂഹിക, മതപുരോഗതി ഇറാഖ് ഇനിയെങ്കിലും കൈവരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ അത്യപൂർവ അപ്പസ്തോലിക യാത്രയ്ക്ക് തയ്യാറെടുത്തത്. അവിടുത്തെ വിവിധ മതസമൂഹങ്ങൾ തമ്മിൽ കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും സഹവർത്തിത്വത്തിന്റെ രീതി പുനഃസൃഷ്ടി ചെയ്യണമെന്നതും ഇറാഖിന്റെ അടിയന്തര ആവശ്യമാണെന്ന് 2019 ജൂൺ 10 വത്തിക്കാനിൽ സംഗമിച്ച മധ്യപൂർവ്വ ദേശത്തെ ഉപവിപ്രവർത്തനങ്ങൾക്കുള്ള സംഘടനയുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യവേ ഫ്രാൻസിസ് പാപ്പ പ്രസ്താവിച്ചിരുന്നു. ഇവയെല്ലാം ത്വരിതപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനം. യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ അപ്പസ്തോലിക സന്ദർശനത്തിനായി ഇറാഖിലേക്ക് പോവുകയാണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പയുടെ ട്വീറ്റ് എത്തി. ആഗോള സമൂഹത്തിന്റെ പ്രാർത്ഥന യാചിച്ചായിരുന്നു ട്വീറ്റ്. ഇത്രയധികം സഹനം അനുഭവിച്ച ആ ജനതയെ കാണുവാൻ ദീർഘകാലമായി ആഗ്രഹിക്കുന്നുവെന്നും പ്രാർത്ഥനയോടെ ഈ അപ്പസ്തോലിക യാത്രയിൽ തന്നെ അനുഗമിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണെന്നും പാപ്പ കുറിച്ചു. കോവിഡ് ഭീതിക്കിടയിൽ എല്ലാ അപ്പസ്തോലിക യാത്രകളും റദ്ദാക്കിയതിനു ശേഷം ഇത് ആദ്യമായിട്ടായിരുന്നു പാപ്പയുടെ സന്ദർശനം. ആദ്യ ദിനമായ മാർച്ച് 5 പതിവ് പോലെ മരിയ മജോരെ ബസിലിക്കയിലെത്തി അപ്പസ്തോലിക പര്യടനത്തെ പരിശുദ്ധ ദൈവമാതാവിന്റെ സംരക്ഷണത്തിന് സമർപ്പിച്ച ശേഷമായിരുന്നു റോമിലെ വിമാനത്താവളത്തിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ യാത്ര തിരിച്ചത്. ആദ്യം ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ എയർപോർട്ടിൽ എത്തിച്ചേർന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ കാദിമിയും ഭരണകൂടത്തിലെ പ്രമുഖരും എയർപോർട്ടിൽ നേരിട്ടെത്തിയാണ് പാപ്പയെ സ്വീകരിച്ചത്. കൽദായ പാത്രിയർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ അടക്കമുള്ള ഇറാഖി സഭയിലെ പ്രമുഖരും എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു. സംഗീത അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരവളപ്പിൽ എത്തിച്ചേർന്ന പാപ്പയെ പ്രസിഡന്റ് ബർഹാം അഹമ്മദ് സാലി കാസിം വരവേറ്റു. തുടർന്ന് ഔദ്യോഗിക സ്വീകരണ ചടങ്ങായിരുന്നു. സൈനിക ചിട്ടകളോടെ നടന്ന വരവേൽപ്പിനെ തുടർന്ന് പ്രസിഡന്റ് കാസിമിനൊപ്പം പാപ്പ കൊട്ടാരത്തിലേക്ക് നീങ്ങി. അവിടെ സ്വീകരണ മുറിയിൽ ബർഹാം കാസിമും മാർപ്പാപ്പയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. തുടർന്ന് രാഷ്ട്രപ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളും രാജ്യത്തെ പ്രമുഖരും വിശിഷ്ടാതിഥികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ കൊട്ടാരത്തിലെ പ്രധാന ഹാളിലേക്ക് നീങ്ങി. ഏകദേശം 200 പേരുണ്ടായിരുന്ന വിശിഷ്ടമായ സദസ്സ് എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴുക്കിയായിരുന്നു പാപ്പയെ ആനയിച്ചത്. പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലെ സ്വീകരണത്തിനു ശേഷം IS ആക്രമണത്താൽ ചോരക്കളമായി മാറിയ ബാഗ്ദാദിലെ അവർ ലേഡി ഓഫ് സാൽവേഷൻ ദേവാലയത്തിൽ പാപ്പ എത്തിച്ചേർന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ 2 വൈദികരടക്കം 48 ക്രൈസ്തവരുടെ ജീവൻ പൊലിഞ്ഞ ഇടമായിരുന്നു ബാഗ്ദാദിലെ അവർ ലേഡി ഓഫ് സാൽവേഷൻ ദേവാലയം. തുടർന്ന് ദേവാലയത്തിൽ സന്നിഹിതരായിരുന്ന മെത്രാൻമാർ, വൈദികർ, സന്യസ്തർ, സെമിനാരി വിദ്യാർത്ഥികൾ, മതാധ്യാപകർ എന്നിവരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഇതോടെ ആദ്യദിന പര്യടനം വിജയകരമായി പൂർത്തീകരിക്കുകയായിരുന്നു.
ആഗോള ക്രൈസ്തവ സഭയുടെ വലിയ ഇടയൻ ഫ്രാൻസിസ് പാപ്പായുടെ രണ്ടാം ദിന പര്യടനം ചരിത്രങ്ങൾക്ക് മേൽ പുതിയ ഇതിഹാസം രചിക്കുന്നതായിരുന്നു. ഷിയ നേതാവുമായുള്ള കൂടിക്കാഴ്ചയും പൂർവ്വപിതാവായ അബ്രഹാമിന്റെ നാടായ ഊർ സന്ദർശനവും തങ്കലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ട കൽദായ ദേവാലയത്തിലെ ബലിയർപ്പണവുമെല്ലാം രണ്ടാം ദിന പര്യടനത്തെ വിശിഷ്ടമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറാഖിലെ ഉന്നത ഷിയ നേതാവായ ആയത്തുള്ള അൽ സിസ്തനിയുമായി കൂടിക്കാഴ്ച നടത്തിയതായിരുന്നു തന്റെ ചരിത്രപരമായ ഇറാഖ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസത്തെ ആദ്യ പരിപാടി. ബാഗ്ദാദിലെ പുണ്യനഗരമായി അറിയപ്പെടുന്ന നജഫിലെ സിസ്തനിയുടെ വസതിയിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച 50 മിനിറ്റോളം നീണ്ടുനിന്നു. ലോകമുറ്റുനോക്കിയ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിൽ ഇറാഖിലെ ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. ഇറാഖി ക്രൈസ്തവരെ സംരക്ഷിക്കുന്നതിൽ മതാധികാരികൾക്കും പങ്കുണ്ടെന്ന് സമ്മതിച്ച അൽ സിസ്തനി രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹം എല്ലാ ഭരണഘടനാ അവകാശങ്ങളോടും കൂടി പൂർണ്ണ സുരക്ഷയിലും സമാധാനത്തിലും ജീവിക്കുന്നതിന് വിഘാതമായി നിലനിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച തന്റെ ആശങ്ക പാപ്പയുമായി പങ്കുവച്ചു. തുടർന്ന് ദക്ഷിണ ഇറാഖിലെ നസറിയ നഗരത്തിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയുള്ള ഊറിൽ മതേതര സമ്മേളനത്തിൽ പങ്കെടുത്ത പാപ്പ പൂർവ്വപിതാവ് അബ്രഹാമിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന മതങ്ങൾ സമാധാനത്തിന്റെ പാത പിന്തുടരണമെന്ന് ആഹ്വാനം ചെയ്തു. Estremismo e violenza non nascono da un animo religioso, sono tradimenti della religione e noi credenti non possiamo tacere. തീവ്രവാദം മതത്തെ ദുരുപയോഗിക്കുമ്പോൾ വിശ്വാസികൾക്ക് നിശബ്ദത പാലിക്കാനാവില്ല. വിവിധ മതവിശ്വാസികളെ ഇറാഖികൾ മറ്റൊരാളായി കാണുന്നിടത്തോളം ഒരിക്കലും സമാധാനമുണ്ടാകില്ലെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. സുന്നി, ഷിയ, യസീദി വിഭാഗങ്ങളിലെ നേതാക്കളുടെയും യഹൂദ നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പാപ്പയുടെ സന്ദേശം. Non permettiamo che la luce del cielo sia coperta dalle nuvole dell'odio. Sopra questo paese si sono addensate le nuvole oscure del terrorismo, della guerra, della violenza. Ne hanno sofferto tutte le comunità etniche e religiose. അബ്രഹാമിന്റെ ചരിത്രം പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള അറബിയിലുള്ള ആമുഖ ഗീതത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ശേഷം ബാഗ്ദാദിലെ സെയിന്റ് ജോസഫ് കൽദായ കത്തീഡ്രൽ ദേവാലയത്തിലെ ബലിയർപ്പണമായിരുന്നു നടന്നത്. ഇത് 2 ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇറാഖിലെ മണ്ണിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ ബലിയർപ്പിച്ചതിന് വേദിയായത് ഒന്നാമത്തെ പ്രത്യേകതയായപ്പോൾ കൽദായ ആരാധനാക്രമത്തിൽ ഫ്രാൻസിസ് പാപ്പ ആദ്യമായി പങ്കുചേരുന്ന ബലിയർപ്പണമെന്ന സവിശേഷതയാണ് രണ്ടാമതായി ചരിത്ര താളുകളിൽ എഴുതപ്പെട്ടത്. പാത്രിയർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ മാർപ്പാപ്പയുടെ ഈ സന്ദർശനത്തെ അഭിമാനകരമെന്ന് വിശേഷിപ്പിച്ചു. പീഡിപ്പിക്കപ്പെടുന്നവരും ദരിദ്രരും വിലപിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ കൽദായ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ഇതോടെ രണ്ടാം ദിന പര്യടനത്തിന് സമാപനമായി. ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനമായിരുന്നു ഇറാഖ് പര്യടനത്തിലെ ഫ്രാൻസിസ് പാപ്പായുടെ 3ാം ദിനം. ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ചതിന്റെ പേരിൽ ശാരീരികവും മാനസികവുമായി കനത്ത പ്രഹരങ്ങളേൽക്കേണ്ടി വന്ന മൊസൂൾ, ഗ്വാരഘോഷ്, ഇർബിൽ എന്നീ സ്ഥലങ്ങളിലെ കണ്ണീരുണങ്ങാത്ത ജനതയോടൊപ്പമായിരുന്നു പാപ്പ തന്റെ വീരോജ്വലമായ പര്യടനത്തിന്റെ 3ാം ദിനം പൂർത്തിയാക്കിയത്. ഇറാഖ് പര്യടനത്തിലെ അവസാന പൊതുവേദിയും ഇന്നേ ദിവസമായിരുന്നു. രാവിലെ കുർദിസ്ഥാന്റെ തലസ്ഥാനമായ ഇർബിലിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് പാപ്പ മൊസൂൾ നഗരത്തിലെത്തിയത്. ആൾതാമസം വളരെ കുറവുള്ള നഗരത്തിൽ ശേഷിക്കുന്ന ഏതാനും ചില ക്രൈസ്തവ കുടുംബങ്ങൾ പാപ്പയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭരണകാലത്ത് മതം മാറുക അല്ലെങ്കിൽ വലിയ തുക ചുങ്കമടച്ച് ജീവിക്കുക എന്ന അവസ്ഥ വന്നപ്പോൾ നിരവധി ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത്. വേദിയിലേക്ക് നടന്നു നീങ്ങവേ തീവ്രവാദികൾ തകർത്ത ഭവനങ്ങളുടെയും ദേവാലയങ്ങളുടെയും സമീപത്ത് മാർപ്പാപ്പ അല്പസമയം നിശബ്ദനായി നിന്നു. നഗരചത്വരത്തിൽ തകർന്നു കിടക്കുന്ന ദേവാലയങ്ങളുടെ മധ്യേയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥന നയിച്ചത്. വൈരാഗ്യത്തെക്കാൾ വലുതാണ് പ്രത്യാശയെന്നും
യുദ്ധത്തേക്കാൾ വലുതാണ് സമാധാനമെന്നുമുള്ള ബോധ്യം തങ്ങൾ ഇന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണെന്ന് പാപ്പ പറഞ്ഞു. IS തീവ്രവാദികൾ ഏറ്റവും ക്രൂരമായ പീഡനം അഴിച്ചുവിട്ട പ്രദേശങ്ങളിലൊന്നാണ് ക്രിസ്ത്യൻ സാന്നിധ്യ മേഖലയായിരുന്ന ക്വാരക്കോഷ്. ഇവിടേക്കായിരുന്നു പാപ്പയുടെ അടുത്ത നീക്കം. ക്വാരക്കോഷിലെത്തിയ ശേഷം പാപ്പ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിൽ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തി. ദൈവകൃപ നമ്മെ നിരാശരാക്കില്ലെന്നും ക്രിസ്തുനാഥൻ എന്നും നമുക്കൊപ്പമുണ്ടെന്നുമുള്ള സനാതന സത്യം ഓർമ്മിപ്പിച്ച് ഈ അവസരത്തിൽ ക്വാരക്കോഷ് ജനതയെ സധൈര്യരാക്കി ആഗോള സഭയുടെ വലിയ ഇടയൻ. തീവ്രവാദമല്ല, മറിച്ച് മരണത്തെ കീഴടക്കിയ ക്രിസ്തുവാണ് അവസാന വാക്ക് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പാപ്പ ക്വാരക്കോഷ് ദേവാലയം തകർത്തവരോട് ക്രിസ്തീയമായ ക്ഷമ പ്രകടിപ്പിക്കാനും ആഹ്വാനം ചെയ്തു. 2014 ദേവാലയം പിടിച്ചടക്കിയ ICS തീവ്രവാദികൾ ദേവാലയം അഗ്നിക്കിരയാക്കുകയും ശേഷിക്കുന്ന ഭാഗം ആയുധ പരിശീലനത്തിനായി വിനിയോഗിക്കുകയുമായിരുന്നു. 2017 ICS പതനം പൂർണ്ണമായെങ്കിലും പലായനം മൂലം ക്രൈസ്തവ സാന്നിധ്യം ഇല്ലാതായിരുന്നതിനാൽ ദേവാലയം ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അന്താരാഷ്ട്ര സഹായത്തോടെ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി 2020 ആരംഭിച്ച പുനരുദ്ധാരണം അടുത്തിടെയാണ് പൂർത്തിയായത്. തുടർന്ന് വീണ്ടും ഇർബിലിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് പാപ്പ 10,000-ഓളം പേർ പങ്കെടുത്ത ഫ്രാൻസോ ഹരീരി സ്റ്റേഡിയത്തിൽ സമൂഹ ബലിയർപ്പണത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇർബിലിലെ ക്രൈസ്തവ സമൂഹത്തോടൊപ്പമുള്ള പൊതു ബലിയർപ്പണത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള പ്രതിനിധി അടക്കം ഉന്നത നേതാക്കളും പങ്കുചേർന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ഇറാഖ് പര്യടനത്തിലെ അവസാനത്തെ പൊതുപരിപാടി കൂടിയായിരുന്നു ഫ്രാൻസോ ഹരീരി സ്റ്റേഡിയത്തിലെ പാപ്പയുടെ ബലിയർപ്പണം. IS ഭീതിക്ക് നടുവിലും തന്റെ അജപാലന ദൗത്യം ധീരമായി പൂർത്തിയാക്കിയ ഫ്രാൻസിസ് പാപ്പായുടെ മടക്കമായിരുന്നു 4-ാം ദിനം. ഇറാഖ് പര്യടനത്തിന് പരിസമാപ്തി കുറിച്ച ദിനം. ഔദ്യോഗിക പരിപാടികളില്ലാത്തതിനാൽ സ്വകാര്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചായിരുന്നു പാപ്പായുടെ മടക്കയാത്ര. വാക്കുകൾക്കതീതമായ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഇറാഖ് ജനതയ്ക്ക് സാന്ത്വനവും പ്രത്യാശയുമേകിയാണ് ഫ്രാൻസിസ് പാപ്പ റോമിലേക്ക് മടങ്ങിയത്. രാവിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിലെ ഔദ്യോഗിക യാത്രയയപ്പിന് ശേഷം ഇറാഖി പ്രാദേശിക സമയം 9:40 അദ്ദേഹം അലിറ്റാലിയ AZ 4001 വിമാനത്തിൽ വത്തിക്കാനിലേക്ക് മടങ്ങിയത്. വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധികളും അംഗീകൃത മാധ്യമ പ്രവർത്തകരും യാത്രയിൽ പാപ്പയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. യാത്രയ്ക്ക് മുമ്പ് പാപ്പ സ്വകാര്യമായി വിശുദ്ധ കുർബാനയർപ്പിച്ചു. വിമാനത്താവളത്തിലായിരിക്കെ പാപ്പ ഇറാഖ് പ്രസിഡന്റുമായി ഹ്രസ്വ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഇതിനു പിന്നാലെ വിമാനത്താവളത്തിൽ ലളിതമായ യാത്രയയപ്പ് ചടങ്ങും നടന്നു. യുദ്ധവും അക്രമവും നൽകിയ തീരാമുറിവ് വഹിക്കുന്ന ഇറാഖി ജനതയുടെ നടുവിൽ തീർത്ഥാടകനായിട്ട് മാർച്ച് 5 വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രാജ്യത്തെത്തിച്ചേർന്നത്. ദുഃഖത്താൽ മനമുരുകുമ്പോഴും ഇറാഖ് ജനതയ്ക്ക് എക്കാലവും ഓർത്തിരിക്കാവുന്ന കുറേയേറെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചാണ് ഫ്രാൻസിസ് പാപ്പ മടങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഫ്രാൻസിസ് പാപ്പ റോമിലെ ചമ്പീനോ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഇതോടെ ചരിത്രത്തിലിടം പിടിച്ച ഇറാഖ് പര്യടനത്തിന് തിരശ്ശീല വീണു. മാനവികതയുടെ സമാധാന പ്രാപ്തിക്കായി എക്കാലവും ദീർഘവീക്ഷണത്തോടെ കർമ്മനിരതനാകുന്ന ഫ്രാൻസിസ് പാപ്പ ഇറാഖ് സന്ദർശനത്തിലൂടെ പകയുടെയും വിദ്വേഷത്തിന്റെയും കൂടാരങ്ങളെയാണ് നിഷ്പ്രഭമാക്കിയത്. ക്രൈസ്തവ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം ഭരണകൂടവുമായുള്ള കൂടിക്കാഴ്ചകളും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചകളും ഇറാഖിന്റെ ഭാവിയെ ശോഭനമാക്കുമെന്നാണ് വിലയിരുത്തൽ. പകർച്ചവ്യാധിയുടെ ഫലമായി ലോകത്തുണ്ടായിരുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ മൂലം സന്ദർശനം മാറ്റിവെക്കാൻ നിരവധി ശുപാർശകളും വെല്ലുവിളികളും ഉണ്ടായിട്ടും പാപ്പ ഇറാഖിലെത്തിയതിൽ രാജ്യത്തെ ജനങ്ങൾ അഭിമാനിക്കുന്നുവെന്നും പ്രയാസകരമായ സാഹചര്യങ്ങളെല്ലാം മറികടന്ന പാപ്പയുടെ ഇറാഖ് സന്ദർശനത്തിന്റെ പ്രാധാന്യവും മൂല്യവും ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും പ്രസിഡന്റ് ബർഹാം സാലി ഹാസിം പ്രസ്താവിച്ചു. ഭരണാധികാരികളും പൗരാധികാരികളും നയതന്ത്ര പ്രതിനിധികളും ഒത്തു നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ പാപ്പയെ സ്വാഗതം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം.
അതേസമയം തീവ്രവാദി ആക്രമണങ്ങളും രക്തരൂഷിതമായ കലാപങ്ങളും അശാന്തമാക്കിയ ഇറാഖ് സന്ദർശിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ കാണിച്ച ധൈര്യത്തെയും ആഭിമുഖ്യത്തെയും പുകഴ്ത്തി ലോകപ്രസിദ്ധമായ ഈജിപ്തിലെ പ്രമുഖ ദേവാലയത്തിന്റെ പരമാചാര്യനും കൗൺസിൽ ഓഫ് മുസ്ലിം വെൽനസ് ചെയർമാനുമായ അഹമ്മദ് മുഹമ്മദ് അൽ തയ്യിബും രംഗത്തെത്തി. ചരിത്രപരവും ധീരവുമെന്നാണ് പാപ്പയുടെ സന്ദർശനത്തെ അദ്ദേഹം ട്വീറ്റ് ചെയ്ത് വിശേഷിപ്പിച്ചത്. എന്നാൽ പര്യടനത്തെ അനുമോദിച്ചും പിന്തുണച്ചും മുന്നോട്ടെത്താനിരിക്കുന്ന രാജ്യത്തെ പ്രമുഖരോട് തന്റെ സന്ദർശന നിയോഗം ഫ്രാൻസിസ് പാപ്പ പ്രസിഡൻഷ്യൽ പാലസിൽ വെച്ച് മുന്നേ വ്യക്തമാക്കിയിരുന്നു. സമാധാനത്തിന്റെ രാജാതിരാജനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെ തീർത്ഥാടകനായാണ് താനിവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു പാപ്പ പറഞ്ഞത്. അനുദപിക്കുന്നവനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഭവിച്ചുപോയ നാശത്തിനും ക്രൂരതയ്ക്കും ദൈവത്തോടും സഹോദരോടും മാപ്പപേക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഒരു ചെറുപുഞ്ചിരി, ആശ്വാസം പകരുന്ന നല്ല വാക്കുകൾ എന്നിവ ഫ്രാൻസിസ് പാപ്പായുടെ മുഖമുദ്രകളാണ്. ആ കരുതലും സ്നേഹവും നേരിട്ടനുഭവിക്കുവാൻ അവർ ഒരുക്കത്തോടെ നാളുകളായി കാത്തിരുന്നു. IS ഭീഷണിയും മറ്റ് പ്രതിസന്ധികളും മറികടന്ന തങ്ങളുടെ രാജ്യത്തെത്തിയ ഫ്രാൻസിസ് പാപ്പായെ ആവേശത്തോടെയും വികാരനിർഭരവുമായാണ് ഇറാഖ് ജനത സ്വാഗതമോദിയത്. ഇറാഖിൽ ക്രൈസ്തവർക്കെതിരെയുള്ള കുരുതികൾ നിത്യസംഭവവും അനിയന്ത്രിതവുമായി നടമാടിയപ്പോൾ അതിനെ അപലപിച്ചും ആശങ്ക രേഖപ്പെടുത്തിയുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രസ്താവനകൾ IS തലവന്മാരെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിരുന്നു. ഇതോടെ 2015 ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെ ഇക്കൂട്ടർ വധഭീഷണി പുറപ്പെടുവിക്കുകയും വത്തിക്കാൻ കാര്യാലയത്തിന് മുകളിലൂടെ IS പതാക പാറിക്കുകയും ചെയ്യുമെന്ന് വീരവാദം മുഴക്കി. എന്നാൽ 6 വർഷങ്ങൾക്കിപ്പുറം ISന്റെ അടിവേരുള്ള ഇറാഖിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ചരിത്ര സന്ദർശനം അവിസ്മരണീയമാക്കിയാണ് മുന്നോട്ടു പോയത്. പ്രതിസന്ധികൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ എല്ലാം പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചു തുടങ്ങിയ യാത്ര ഇറാഖിലെ ഓരോ പുൽക്കൊടികൾ പോലും പുൽകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പാപ്പയുടെ സന്ദർശനം പീഡനങ്ങൾക്കിടയിലും അടിപതറാതെ നിന്ന ഇറാഖിലെ ക്രൈസ്തവ ജനതയ്ക്ക് പറഞ്ഞറിയിക്കുന്നതിലും വലിയ സന്തോഷമാണ് സമ്മാനിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാഖിലെ നിനിവേ താഴ്വരയിലെ ഖ്വാരേഖോഷിൽ പ്രാർത്ഥനയും മെഴുകുതിരി പ്രദക്ഷിണവുമായി വിശ്വാസികൾ ഒത്തുചേർന്ന വർണ്ണാഭമായ കാഴ്ചകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. അന്ത്യോക്യയിലെ സിറിയൻ കത്തോലിക്ക പാത്രിയർക്കീസ് മാർ ഇഗ്നീഷ്യസ് ജോസഫ് മൂന്നാമൻ നേതൃത്വം നൽകിയ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. സുരക്ഷാ ഭീഷണികൾ ഏറെയുണ്ടായിട്ടും രാജ്യം സന്ദർശിച്ച ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് ബാഗ്ദാദ് ഹർദിയായി ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്റർ നൽകിയ ആദരം ജനഹൃദയങ്ങളിൽ പാപ്പയ്ക്കുള്ള സവിശേഷ സ്ഥാനത്തെയാണ് സൂചിപ്പിച്ചത്. മാളിന്റെ 33 നിലകളിലും ഒരുക്കിയിരുന്ന ഭീമാകാരമായ സ്ക്രീനിൽ ഫ്രാൻസിസ് പാപ്പയുടെ മുഖം തെളിയിച്ചായിരുന്നു ആദരമൊരുക്കിയത്. മറ്റൊന്ന് ഖ്വാരേഖോഷ് നഗരത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ വരവ് കാത്തിരിക്കുന്ന കുഞ്ഞു പാപ്പയുടെ കൗതുകമുണർത്തും ദൃശ്യമായിരുന്നു. വെറും 7 സെക്കൻഡ് മാത്രമുള്ള ആ വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ സന്തോഷങ്ങൾക്കിടയിലും കണ്ണുകളെ ഈറനണിയിച്ച ഒന്നായിരുന്നു യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ കടലിൽ വീണ് മരിച്ച അലൻ കുർദി എന്ന സിറിയൻ ബാലന്റെ പിതാവ് അബ്ദുള്ള കുർദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനെത്തിയത്. 6 വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന അലൻ കുർദിയുടെ ചിത്രം ലോക മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയിരുന്നു. ഫ്രാൻസിസ് പാപ്പ ഇറാഖിലെ ഇർബിൽ നഗരം സന്ദർശിച്ചപ്പോഴായിരുന്നു അബ്ദുള്ള കുർദി പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദുഃഖവും വേദനയും ചുറ്റുപാടുകളിൽ തിങ്ങി ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നിടത്ത് അങ്ങകലെയുള്ള പാപ്പായുടെ വാക്കുകൾ ആശ്വാസമേകുന്നത് പതിവാണ്. എന്നാൽ ഇറാഖിനു വേണ്ടത് തന്റെ നേരിട്ടുള്ള സാന്നിധ്യമാണെന്ന് പാപ്പ തിരിച്ചറിയുകയായിരുന്നു. ഇത് തന്റെ അപ്പസ്തോലിക പര്യടനത്തിലെ ചരിത്രമായി മാറി. എണ്ണിയാലൊടുങ്ങാത്ത ക്രൂരതകൾ നേർക്കുനേർ അഭിമുഖീകരിച്ച ഇറാഖ് ജനതയെ ആശീർവദിച്ചും ആശ്ലേഷിച്ചും ഇറാഖ് പര്യടനം പാപ്പ പൂർത്തിയാക്കിയപ്പോൾ ആഗോള ക്രൈസ്തവ സഭാ ചരിത്രത്തിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചേരുകയാണ്. ലോകത്തെ വിറപ്പിച്ച IS ഭീകരാക്രമണവും മറ്റ് ആഭ്യന്തര കലാപങ്ങളും കെടുതികളും ഏൽപ്പിച്ച മുറിവുകൾ വാക്കുകൾക്കതീതമാണെങ്കിലും ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനത്തോടെ ഓരോ ഇറാഖ് ക്രൈസ്തവ വിശ്വാസിയുടെയും മുഖത്ത് ഇനി തെളിയുന്ന പ്രകാശം പുതുപുലരിയിലേക്കുള്ള പ്രതീക്ഷകളുടേതാകും.